മഴക്കാലമാണ് മഴയുടെ അപ്ഡേറ്റ്സ് ഒക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഈ മഴയെ സംബന്ധിച്ച് പറയുമ്പോൾ അവധി കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ പലരും ഉന്നയിക്കുന്നൊരു സംശയമാണ്. ആ, മുമ്പ് നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ഈ കാടും മലയും പുഴയും തോടുകളും എല്ലാം കടന്നാണ് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത്. അന്നൊന്നും മഴയ്ക്ക് ക്ഷമിക്കണം, അവധി നൽകിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്തിനാണ് ഈ ഒരു മഴ പെയ്യുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ അവധി കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അന്ന് കുട്ടികളൊന്ന് എവിടെയെങ്കിലും ഒന്ന് കുടുങ്ങിപ്പോയെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ മഴയാണെന്ന് കണ്ടാൽ വീട്ടിൽ നിന്ന് അന്വേഷിച്ച് പോകാനൊക്കെ ഒട്ടേറെ ആളുകളുണ്ടായിരുന്നു, കൂട്ടുകുടുംബമായിരുന്നു. ഇന്നിപ്പോൾ അച്ഛനും അമ്മയും ഒരു സ്ഥലത്ത് പല പല സ്ഥലത്തായിട്ട് ജോലി ചെയ്യുന്നുണ്ടാകും. കുട്ടികൾ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരിക്കും. ഇപ്പോൾ ഇവർ അവിടെ ഒന്ന് കുടുങ്ങിപ്പോയാൽ വലിയ ബുദ്ധിമുട്ടായി പോകും, അന്വേഷിച്ച് പോകാൻ ആളില്ല എന്ന് മാത്രമല്ല, പണ്ടൊന്നും ഒരു മഴയ്ക്ക് ഇത്രയൊന്നും വെള്ളം ഉയരില്ലല്ലോ. അത് നഗരപ്രദേശങ്ങളിലായാലും ശരി, ഗ്രാമപ്രദേശങ്ങളിലായാലും ശരി, നമ്മുടെ ജലാശയങ്ങൾക്ക് ഈ മഴവെള്ളമൊക്കെ ഉൾക്കൊള്ളാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മരങ്ങൾ ഉണ്ടായിരുന്നു, അത് ഭൂമിയിലേക്ക് തന്നെ വലിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ആ സാഹചര്യമൊക്കെ മാറിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് മഴ പഴയതുപോലെ ലഭിക്കുന്നുണ്ടാവാം, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ലഭിക്കുന്നുമുണ്ട് കണക്ക് നോക്കുകയാണെങ്കിൽ. ഇത്രയും മഴവെള്ളം ഇതിങ്ങനെ കെട്ടി പൊങ്ങി ഉയരുന്നു എന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ആശങ്ക കൂടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ അവധിയെല്ലാം കൊടുക്കുന്നത്. കുട്ടികൾ കേൾക്കണ്ട നിങ്ങൾ അവധിയെക്കുറിച്ച് ഇങ്ങനെ ആശങ്കപ്പെടുന്നതൊക്കെ. കാരണം അവരെ സംബന്ധിച്ചൊന്ന് മഴ മാനത്ത് കാണുമ്പോൾ തന്നെ അവധിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജുകൾ വരാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ദുരിതബാധിത പ്രദേശങ്ങളുണ്ട്, അവിടെയുള്ള കുട്ടികൾക്ക് മാത്രം അവധി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ മാത്രം അധ്യയനത്തിൽ പിന്നോട്ട് പോവുകയും ബാക്കിയുള്ള കുട്ടികൾ വന്നിരുന്ന് പഠിക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒന്നിച്ച് അവധി കൊടുക്കുന്നത്. അപ്പോൾ ഇന്നും അവധിയുണ്ട്. ആ ജില്ലകൾ ശ്രദ്ധിക്കുക, പുറത്തിറങ്ങുന്നവർ മഴയുടെ അപ്ഡേറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. നമുക്ക് മഴ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട്. 5 ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ടുള്ളത്, 9 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടുമുണ്ട്. വയനാട്, മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വരെ മഴയുടെ ശക്തി കൂടും എന്നും പറഞ്ഞിട്ടുണ്ട്, അതായത് നാളെ വരെ. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപത്തുമായി രൂപപ്പെട്ടൊരു ന്യൂനമർദ്ദം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഈ അതിശക്ത മഴ ഇപ്പോൾ ഇങ്ങനെ പെയ്യുന്നത്. 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ജില്ലകൾ ശ്രദ്ധിക്കണം: പാലക്കാട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ. ഈ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടിൻഡു ദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടിൻഡു, ഗുഡ് മോർണിംഗ്. ഇന്ന് കനത്ത മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. എങ്കിലും ഏതൊക്കെ ജില്ലക്കാർ കൂടുതലായി ശ്രദ്ധിക്കണം? ഓരോ 3 മണിക്കൂറിലും നമുക്കറിയാം മഴയുടെ അപ്ഡേറ്റ്സ് വരാറുണ്ട്. എങ്കിലും ഈ ഘട്ടത്തിൽ, ഈ മണിക്കൂറിൽ നമുക്ക് എങ്ങനെയാണ് ഒരു മുന്നറിയിപ്പ് ആളുകൾക്ക് നൽകാൻ കഴിയുക? വീണ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായിട്ടൊരു മഴയ്ക്ക് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വീണ സൂചിപ്പിച്ചതുപോലെ ഓരോ മണിക്കൂറുകളിലും മഴയുടെ ഫോർകാസ്റ്റ് മാറി വരുന്നുണ്ട്. ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും ആ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിശ്ചിതമായി ലഭിക്കുന്ന മഴയുടെ അളവിൻ്റെ വ്യത്യാസം അനുസരിച്ച് മുന്നറിയിപ്പുകൾ മാറി വരുന്നുണ്ടെങ്കിലും ഒരു ദിവസത്തെ മുഴുവൻ ദിനാന്തരീക്ഷ വ്യവസ്ഥ നമ്മൾ പരിഗണിക്കുമ്പോൾ സംസ്ഥാനത്ത് നിന്ന് 5 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും 9 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളിടത്ത് അതിശക്തമായ മഴയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചെടുത്തുള്ളത് സാധാരണ രീതിയിലുള്ള മഴയും ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. വയനാട്, മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതാണ്ട് 7 ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം, പാലക്കാട്, ആലപ്പുഴ ജില്ലയിലെ സ്കൂളുകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്കും മദ്രസകൾക്കും അവധി നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ അവധി നൽകിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ താഴ്ന്നു കിടക്കുന്ന വൈക്കം, കുട്ടനാട് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ 2 ദിവസമായിട്ട് സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുള്ളതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ മഴ അതിശക്തമാകും. ശനിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപമായിട്ട് രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാനായിട്ടുള്ള ഒരു സാഹചര്യം മുന്നിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ അതായത് മൺസൂൺ ഇത്തവണ നേരത്തെയാണ് എത്തിയത്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് കഴിഞ്ഞ മുന്നത്തെ ആഴ്ചകളിൽ മഴ അതിശക്തമാവാനുള്ള കാരണമായി മാറിയത്. കർണാടക കോറമാൻ തീരം മുതൽ ആലപ്പുഴയുടെ തെക്കൻ തീരം വരെയുള്ള സമുദ്ര പ്രദേശങ്ങൾ അല്ലെങ്കിൽ കടൽ തീരത്തേക്ക് അതിശക്തമായിട്ടുള്ള വേലിയേറ്റത്തിനും അതിശക്തമായിട്ടുള്ള കടലാക്രമണത്തിനും സാധ്യതയുള്ളതായിട്ട് മുന്നറിയിപ്പുകൾ നൽകുന്നു. മത്സ്യബന്ധന മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം
അതോടൊപ്പം തന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മറ്റ് മുന്നറിയിപ്പുകൾ 5000-ലധികം ക്യാമ്പുകൾ സംസ്ഥാനത്ത് സജ്ജമാക്കാനുള്ള ഒരു മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇടുക്കി, പീരുമേട്, ദേവികുളം ഭാഗങ്ങളിലാണ്. 311 mm മഴ ലഭിച്ചിട്ടുള്ളതായിട്ടാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മുൻ വർഷങ്ങളെക്കാളുമൊക്കെ നേരത്തെയാണ് ഇത്തവണ മൺസൂൺ എത്തുന്നത്. ഏതാണ്ട് 8 ദിവസങ്ങൾക്ക് മുന്നേ സംസ്ഥാനത്ത് മൺസൂൺ എത്തിയിട്ടുണ്ട്. മഴ അതിശക്തമാകും. ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന വിവരപ്രകാരം വെള്ളപ്പൊക്കം, പെട്ടെന്നുണ്ടാകുന്ന മണ്ണിടിച്ചിൽ, പെട്ടെന്നുണ്ടാകുന്ന മേഘവിസ്ഫോടനം തുടങ്ങിയ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള രാത്രി യാത്രകൾ വിനോദസഞ്ചാര മേഖലയിലേക്ക് ഒഴിവാക്കുക എന്ന നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നൽകുന്നുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് ഏതാണ്ട് 62 കുടുംബങ്ങളെ ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളതായിട്ട് വിവരം ലഭിച്ചിട്ടുള്ളത്. അത് ഏറ്റവും പുതിയ വിവരമല്ല, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ ഉള്ള വിവരമാണ്. ഇന്നോ നാളെയോ ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൽ നിന്നും അത്തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നതാണ്. എന്തായാലും സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ അതിശക്തമായിട്ടുള്ള മഴ തുടരും. വരുന്ന 10 ദിവസം അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മതിയാവുമെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളും അതോടൊപ്പം തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന കോൾ ഫ്രീ നമ്പറുകളും ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കവചം സംസ്ഥാനത്തെ 100 ഇടങ്ങളിലായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി കവചം സ്ഥാപിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ, പ്രളയം അല്ലെങ്കിൽ മഴ, മേഘവിസ്ഫോടനം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ അത്യാഹിതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ കവചത്തിലൂടെ മുന്നറിയിപ്പുകൾ നൽകുന്നതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിൽ 100 കവചങ്ങൾ നിലവിൽ പ്രവർത്തനക്ഷമതമാണെന്നും KSDMയുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും മൺസൂൺ കടുക്കുകയാണ്, അല്ലെങ്കിൽ മൺസൂൺ ശക്തമായിട്ട് തന്നെ പെയ്യുകയാണ്. വരുന്ന 2 ദിവസം അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കും. ഇന്ന് ഒരു ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ആദ്യത്തെ 3 മണിക്കൂറിലെ ഫോർകാസ്റ്റ് വ്യവസ്ഥയുടെ പ്രകാരം 3 ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും 1 മണിയോടുകൂടി ഈ മുന്നറിയിപ്പുകൾ മാറും. അത് ഒരു ദിവസത്തെ മൊത്തം ദിനാന്തരീക്ഷ വ്യവസ്ഥയായിരിക്കും. എന്തായാലും ഇന്നും നാളെയും സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ തുടരും. അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പായിട്ട് നൽകിയിട്ടുള്ളത്. വീണ. ശരി ടിൻഡു, അപ്പോൾ അവധിയുള്ള ജില്ലകൾ ശ്രദ്ധിക്കുക: പാലക്കാട്, പത്തനംതിട്ട, വയനാട്, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ. അതിൽ തന്നെ ആലപ്പുഴ ജില്ലക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ ചില താലൂക്കുകളിൽ കൂടി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഏതായാലും ചേർത്തല ഭാഗത്ത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. കുട്ടനാട് ആ ഭാഗത്തൊക്കെ അവധി, അപ്പോൾ നിങ്ങളുടെ താലൂക്കിൽ അവധി ഉണ്ടോ എന്ന് കൂടി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കുട്ടികളെ സ്കൂളിലേക്ക് വിടുക. എല്ലാ മഴ മുന്നറിയിപ്പുകളും അനുസരിക്കുക എന്ന കാര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഡാമിൻ്റെ പ്രദേശങ്ങളിൽ, ഡാം തുറന്നു വിട്ടാൽ ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെയും കുറച്ചുകൂടി കരുതലെടുക്കണം. കാരണം മിക്ക ഡാമുകളും അത് സംഭരണശേഷിയോട് അടുക്കുന്നു, ചിലതൊക്കെ സംഭരണശേഷി കഴിഞ്ഞിരിക്കുന്നു.